സാഗറിനുള്ള ദേഷ്യം എന്നോട് തീർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മോൻ മോഷ്ടിച്ചെന്റെ ശിക്ഷ അമ്മേന്റെ ചാരിത്രത്തിന് കളങ്കം ഏൽപ്പിച്ചോണ്ടല്ല നൽകണ്ട. മോൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മോന് ഞാൻ കൊടുത്തിരിക്കും. എന്റെ മോൻ കട്ടെടുത്ത ഷർട്ടിന്റെ വില എത്രയാണെന്ന് എന്നോട് പറയണം. അതിന്റെ ഇരട്ടി വിലക്കുള്ള ഷർട്ട് സാഗർ ഇങ്ങക്ക് വാങ്ങിച്ചേരും. അത് നീ നിന്റെ സ്വന്തം പൈസക്ക് വാങ്ങിക്കൊടുക്കണം. എല്ലാവരും പോയിക്കോളൂ. പോയിട്ട് അവരവരുടെ ജോലി ചെയ്തോളൂ. സീതാദേവിയുടെ കാലം തൊട്ടേ ഈ അഗ്നിപരീക്ഷകൾ നമ്മുടെ തലയിൽ വരച്ചിട്ടുള്ളതല്ലേ. നീ വിഷമിക്കരുത്. നേരം വൈകി പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാം. ചെല്ലു മോളെ, ചെല്ലു. ഇങ്ങ് വാ. എവിടെ പോവാനാ? യശോദ മെമ്മോറിയൽ സ്കൂൾ. അയ്യോ, അതൊരു കുഞ്ഞു ഓട്ടോ അല്ലേ ചേച്ചി. ശംഖുമുഖത്തിന് ഉണങ്ങി കയറിക്കോ, ഞാൻ ആ ഭാഗത്തേക്കാ. ശംഖുമുഖത്തേക്ക് നീ നിന്റെ ഭാര്യനെ വിളിച്ചോണ്ട് പോയിക്കോ. വേണമെങ്കിൽ കയറിയാ മതി, എനിക്ക് വേറെ 100 ഓട്ടം കിട്ടും. ആവശ്യത്തിന് ഓട്ടോ ഉള്ളതിന്റെ അഹങ്കാരം ഇവർക്കല്ലോ. ഇവരെ പോലെ ചിലർ മതി നാട്ടിലുള്ള ഓട്ടോക്കാരെ മുഴുവൻ പറയിപ്പിക്കാൻ. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഇനി വിട്ടോ. എങ്ങോട്ടാ പോകേണ്ടത്? യശോദ മെമ്മോറിയൽ സ്കൂൾ. എന്താ ഞാൻ പറഞ്ഞ നിങ്ങക്ക് വിശ്വാസമില്ല? ഞാൻ ആ സ്കൂൾ പഠിക്കുന്ന ആളെന്നെ മാഷെ. വേഗം വിട്ടോ, ഇപ്പൊ തന്നെ കൊറേ ലേറ്റായി. വിട് വിട്. ഈശ്വരാ, ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സമാധാനം പറയാം? ലേറ്റ് ആയിട്ട് ചെന്ന് ഉറപ്പായിട്ടും ചീത്ത കിട്ടും. എന്താ ഇപ്പൊ ഒരു സമാധാനം പറയുന്നത്? എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാലോ? ഒരു വഴിയുണ്ട് ചേച്ചി. എന്ത് വഴിയാ? ഓട്ടോക്കാര് മുഴുവൻ ഒരുമിച്ച് പണിമുടക്കിലാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഈ പ്രായത്തിലുള്ള ഒരു സ്കൂളിലേക്ക് പോകുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ നേരെ നോക്കി വണ്ടി വിടുന്ന്. കൃത്യസമയത്ത് സ്കൂളിലെത്തിയിട്ടില്ലെങ്കിൽ ടീച്ചർ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. വണ്ടി ഒന്ന് വേഗം വിടും. മുതലാളിനെ കാണണമെന്ന് പറഞ്ഞു. ഇത് ആര്? സാറ് വരണം വരണം, ഇരിക്കണം. അയ്യോ വേണ്ട വേണ്ട. അല്ല, വേറെ കസേര വല്ലതും എടുപ്പിക്കണോ? വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അയ്യോ വേണ്ട, ഞാനാ നിനക്ക് സിംഹാസനം ഇട്ട് തന്ന് അതിന്റെ മോളിലേക്ക് തിരുത്താടാ. അന്ന് ഈ ഷർട്ട് നഷ്ടപ്പെട്ടപ്പോ നീ എന്നോട് എന്താ പറഞ്ഞത്? ബട്ടൺസ് അങ്ങ് പൊട്ടിത്തെറിച്ചു പോയെന്ന് കള്ളം പറഞ്ഞല്ലടാ. നിനക്കേ
ഞാൻ കട വാടകയ്ക്ക് തന്നത് എന്റെ ഷർട്ടുകൾ എടുത്ത് വാടകയ്ക്ക് അടിക്കാനല്ല. സാർ സത്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല സാർ. തിരുതടാ, നിന്റെ ഒരു കോപ്പ് എനിക്ക് കേൾക്കണ്ട. അതിരിക്കട്ടെ, നീ എനിക്ക് എത്ര ഡെപ്പോസിറ്റ് തന്നിട്ടുള്ളത്? 80,000 സാറേ. ആ 80,000 എന്റെ കയ്യിലുണ്ട്. അതിരിക്കട്ടെ, നീ എനിക്ക് എത്ര മാസത്തെ വാടക തരാനുണ്ട്? 5 മാസത്തെ വാടക ബാക്കിയുണ്ട് സാർ. ഉണ്ടല്ലോ. ഒരു മാസത്തെ വാടക എത്രയാ? വാ തുറന്ന് പറയടാ. 15,000 രൂപ സാർ. ഒരു മാസം 15,000 രൂപ വാടക വെച്ചിട്ട് 5 മാസത്തെ വാടക 75,000 രൂപയായി. എന്റെ ഷർട്ടുകൾ വാടകയ്ക്കടിച്ചിനത്തിൽ 5,000 രൂപ പിഴയും. അപ്പം 75,000 രൂപയും എന്നെ ചതിച്ചതിന്റെ പിഴ 5,000 രൂപയും അടക്കം 80,000 രൂപയുടെ കടക്ക് ശരിയായില്ലേ? അപ്പോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കടയും പൂട്ടി താക്കോല് തന്നിട്ട് വേഗം സ്ഥലം വിട്ടോ. ശസിക്കില്ല മുതലാളി. ആരാണ് ചോദിച്ചത്? നീയോ ഞാനോ? ഇപ്പൊ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ. പോടാ, വിട്ടോ വിട്ടോ. മുതലാളി അങ്ങനെ പറയല്ലേ മുതലാളി, അങ്ങനെ പറയല്ലേ. എനിക്ക് വേറൊരു വഴിയില്ല മുതലാളി. മുതലാളി മുതലാളി കാലുവാരി നിലത്തടിക്കാതെ എഴുന്നേറ്റ് പോടാ. ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല മുതലാളി. സാഗറിനെ ഞാൻ ഇനി കടയിൽ അടുപ്പിക്കില്ല മുതലാളി. നിന്നെ ഞാൻ ഇനി ഈ ഏരിയയിൽ അടുപ്പിക്കത്തില്ലടാ മുതലാളി. അച്ഛാ, ഇത്രയും ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കില്ല മുതലാളി. ഇതൊരു ചെറിയ കാര്യമാണോടി? പരട്ടക്കളവിയുടെ കയ്യെ എന്റെ കവിളിലല്ല, എന്റെ ഹൃദയത്തിലാണ് പോഞ്ഞിരിക്കുന്നത്. മുതലാളി പ്ലീസ് മുതലാളി. വിടണോ? ഇനി നിന്നെ ഈ കോളനിയുടെ പരിസരത്തെങ്ങാണ് കണ്ടാൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഞാൻ. മുതലാളി അടക്കില്ല സാറേ. അടക്കില്ല സാറേ, പ്ലീസ് സാറേ. അതെത്ര ദൂരെയാണെങ്കിലും എന്റെ മോള് വിഷമിക്കണ്ട. സ്വന്തം പഠിത്തത്തിൽ ശ്രദ്ധിക്കും. എന്റെ പഠിത്തത്തിന്റെയും ലക്ഷ്യത്തിന്റെയും കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം മുമ്പിൽ ഒരിക്കലും തലയുയർത്തി നിൽക്കാൻ എനിക്ക് പറ്റുവാ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ ലക്ഷ്യം മറ്റാരെക്കാളും എനിക്ക് പ്രധാനപ്പെട്ടതാ. അതിനമ്മക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ പരീക്ഷ എഴുതും? എനിക്ക് നല്ലോണം ശ്രമിക്കാൻ അറിയാം. അതുകൊണ്ട് നീ അതങ്ങ് വിട്ടേക്ക്. എന്നിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്ന എന്റെ മോള് പരീക്ഷ നല്ലോണം എഴുതാൻ നോക്ക്. ഈ മത്സരത്തിലൊന്നും നീ ജയിച്ചു കണ്ടാ മതി. അതിന് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വിജയം എന്തായാലും ഒരക്കപ്പോലെ ഉണ്ടാവുള്ളൂ. ബെറ്റ്. നീ എന്താ സാഗറിന് പഠിക്കുന്ന? അമ്മ തമാശ വിട്, ധൈര്യം ഉണ്ട്, കൈ കൊടു. അമ്മ എത്ര ശ്രമിച്ചാലും അമ്മയെ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഏത് ഭാഗത്തും നോക്കിയാലും വിജയം എന്റെ തന്നെയായിരിക്കും. മത്സരിക്കുന്നതിൽ ഒരാൾക്ക് മാത്രമേ വിജയം ഉണ്ടാവുന്ന നിന്നോട് ആരാ പറഞ്ഞ മോളെ? ഞാൻ വിജയിച്ച ചിലപ്പോ അത് എന്റെ മാത്രം വിജയമായിരിക്കും. പക്ഷേ നീ ജയിച്ചാൽ ആ വിജയം എന്റേത് കൂടിയായിരിക്കും മീനൂട്ടി. വെച്ചോട്ടാ, ഇത് നിനക്കുള്ളതാ. ഞാൻ നാരങ്ങാച്ചാറിടുന്നത് എനിക്ക് വലിയ ഇഷ്ടാന്ന് നിനക്കറിയാം. എനിക്ക് മാത്രമല്ല, സുധേച്ചിയുടെ കൈപുണ്യം എല്ലാവർക്കും ഇഷ്ടാ. മഞ്ജു, എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. എന്താ സുധേച്ചി? രാവിലെ 6 മണിക്ക് 6 ടിഫിന്റെ ഓർഡറുകൾ ശരിയാക്കി കൊടുക്കണം. പിന്നെ കുളിയും പൂജയും. അത് കഴിഞ്ഞ് അടുക്കളയിലെ പണി, പിന്നെ ഹോംവർക്ക്, പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ എക്സ്ട്രാ പഠനം, പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ടിഫിൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ ഉറക്കം. ഈ രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി നീ എഴുതി തരണം. അപ്പൊ ചേച്ചി രാത്രി 11 മണിക്ക് കിടന്നിട്ട് രാവിലെ 3 മണിക്ക് എണീക്കേണ്ടി വരും. ഈ ദിനചര്യ ചേച്ചിയുടെ ആരോഗ്യത്തിന് ചേച്ചിക്ക് ഒട്ടും നന്നല്ല. ചേച്ചിയുടെ ഉറക്കവും മോഹൻലാലിന്റെ സിനിമകളും വൈകുന്നേരത്തെ ക്ഷേത്ര ദർശനവും പിന്നീട് ചായ ഒടിച്ചുള്ള ഗോസിപ്പ് വർത്താനങ്ങളും ഒക്കെ നഷ്ടാവും. ജീവിതത്തില് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നേടാൻ ശ്രമിച്ച അതിന് അതിന്റേതായിട്ടുള്ള വില നൽകേണ്ടി വരൂലേ മഞ്ജു? സ്കൂളിൽ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്. അവരെന്നോട് പറയുന്നത് ഒട്ടും വേദനിക്കാതെ ഒന്നും നേടാൻ സാധിക്കൂലെന്നാ. എന്തെന്നേനും നോ പെയിൻ
എന്തോ ഒരു ഗെയിം. ആ, നോ ഗെയിം. പഠിക്കാനൊക്കെ വലിയ ഇഷ്ടത്തോടു കൂടി തന്നെയാ ഞാൻ സ്കൂളിലേക്ക് പോയത്. പക്ഷെ ആടെ ചെന്ന് പുസ്തകങ്ങളെല്ലാം തുറന്നു നോക്കിയപ്പോ സത്യത്തിൽ എന്റെ തല ചുറ്റിപ്പോയി. ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായോണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തെന്നാ ചെയ്യാ, മനസ്സിലായാലും ഇല്ലെങ്കിലും ഇനി ബാക്കോട്ട് അടിക്കാൻ പറ്റൂലല്ലോ. സുധാമണിയെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തിക്കൂടെ? അപ്പോ വീട്ടിലെ ചില പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. അതല്ല യാമിനി മാഡം, ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു യുദ്ധ. അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? നമ്മളെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ പോലും പെട്ടുപോയതല്ലേ. യുദ്ധത്തിന് ഇറങ്ങിപ്പോയാ തിരിച്ചു കയറാൻ പറ്റൂല. അവസാനം ശ്രീകൃഷ്ണനല്ലേ ഉപദേശിച്ചത് യുദ്ധം നിന്റെ കർമ്മാണെന്ന്. ഇതും അതുപോലെ തന്നെയാ. ചില സ്ഥലത്ത് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ചില കളികൾ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അത് ശരിയാ, സുധാമണിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയ്യോ, ചോദിക്കാൻ മറന്നു. കുടിക്കാൻ ചായയോ കാപ്പിയോ? സാഗരേ, എടാ സാഗരേ. കുടിക്കാൻ ചായയും പലഹാരം ഒക്കെ റെഡി. ഓടണ്ട, മെല്ലെ വാ. പോയിട്ട് പലഹാരം കൂടി എടുത്തിട്ട് വാ. ദേ വരുന്നു. ചായ എടുക്ക് സാറേ. എടുക്ക് മാഡം. ചില കാര്യങ്ങളിലല്ലോ എനിക്ക് വെപ്രാളാ. അതുകൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയത്. പക്ഷെ ഇപ്രാവശ്യം അത് പറ്റൂല. ദാ സ്പൂണെല്ലാം റെഡിയാ. പണിയെടുക്കുമ്പോ എന്റെ വെറും കൈക്കുള്ള സ്പീഡ് വേലും ഒന്നും ഈ സ്പൂണും ഹാൻഡിലും ഉപയോഗിച്ചാ കിട്ടൂല. ഇവിടെ ഓരോർക്ക് തോന്നിയ പോലെയാ. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ടെടുത്ത് കഴിക്കാ പതിവ്. നല്ല ചായ അല്ലേ മാഡം? കടുപ്പം കുറച്ച് കൂടുതലാ. അയ്യോ, പക്ഷേ എനിക്ക് ഈ കടുപ്പം ഇഷ്ടപ്പെട്ടു. ആ യാമിനി, സത്യത്തിൽ ഞങ്ങളിപ്പോ ഈ വഴി കയറിയത് ഈ പ്രൂഫ് ഒന്ന് കാണിക്കാനാ. ഇൻവിറ്റേഷൻ കാർഡില് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഈലിപ്പോ എന്ത് സംശയ? ഒരു കല്യാണക്കുറി അടിക്കാൻ ഇത്ര വലിയ ആലോചന എന്റെ ആവശ്യമുണ്ടോപ്പാ? സുധാമണി പറഞ്ഞ പോലെ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങൾ തന്നെ. എങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ഇൻവിറ്റേഷൻ ലെറ്ററിൽ ബാലുവിന്റെ അച്ഛന്റെ പേരും ചേർക്കണമല്ലോ. ജീവിച്ചിരിപ്പില്ലെങ്കിലും പേര് കാർഡിൽ വെക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഞാൻ പറയുന്നതാണോ കുറ്റം? എന്തൊരു അനീതി അത്! അച്ഛൻ എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആ മനുഷ്യനെ എന്തിനാ ഞാൻ ആ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തണ്ടേ? ജന്മം നൽകിയോണ്ട് ആരും അച്ഛനാവൂല. വളർത്തി വലുതാക്കിയ ആൾക്ക് മാത്രമേ ആ സ്ഥാനത്തിന് അർഹതയുള്ളൂ. ഒരുപാട് ഞാൻ സഹിച്ചു. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിന്ന് എന്റെ കേറ്ററിംഗ് സർവീസ് ലൈസൻസിന്റെ ആവശ്യത്തിന് വന്ന ഉദ്യോഗസ്ഥനില്ലേ, അവര് സുധാമണി കൃഷ്ണമൂർത്തിന്റെ വീട് അന്വേഷിച്ച് എന്റെ പേരിലുള്ള ആ വാലില്ലേ പണ്ടേ ഞാൻ കളഞ്ഞതാ. അത് പിന്നെയും പിന്നെയും കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുന്നു. എന്ത് ചെയ്യാനാ മോളെ, ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. ആ വൃത്തികെട്ട പേര് എന്റെ പേരിന്റെ ഒന്നിച്ച് ചേർത്ത് വെക്കാൻ ഇനി ഞാൻ ഒരാളെയും വിടൂല. ഇനി മുന്നോട്ടുള്ള ജീവിതം എന്റേത് മാത്രം. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനവും എന്റേത് മാത്രമായിരിക്കും. അതുകൊണ്ട് വായില് വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാലേ നിന്റെ വായില് പല്ലുണ്ടാവില്ല. നീ ചെവിയില് വെച്ചിരിക്കുന്ന പോലുള്ളൊരു കുന്ത്രാണ്ടം നിന്റെ വായിലും വെച്ച് പിടിപ്പിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ. സുധാമണിയോട് മാപ്പ് പറയാൻ ഇത്രയും പേരെ സാക്ഷി നിർത്തി ആ നോട്ടീസ് ബോർഡിൽ നീ എഴുതണം. സുധാമണിയോട് പറയണ്ട നിന്റെ മാപ്പ്. ആ കള്ളക്ക്
കിളവിയെ എനിക്ക് ഇവിടെ ഇറക്കി വിടാൻ പറ്റില്ല. അവിടെ കാര്യം കാലം നോക്കിക്കോളും. പക്ഷേ ആ സുധാമണി അവളെയോ അവളുടെ മക്കളെയും കൂടുതുണിക്ക് മാറുതുണിയില്ലാതെ ഈ ഒറ്റ വീട് കോളനിയിൽ നിന്ന് ആട്ടിയിറക്കി നാട് റോഡി നിർത്തണം. അതുവരെ ഞാൻ മനസമാധാനമായിട്ട് ഉറങ്ങില്ല. ഉദാത്തമായ കാവ്യങ്ങൾ കൊണ്ട് മലയാള സാഹിത്യ ശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ കവിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് 1922 അദ്ദേഹം എഴുതിയ ചണ്ടാല ഭിക്ഷുകി. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകിയിലെ കുറച്ചു വരികൾ ഇവിടെ വന്ന് ആരെങ്കിലും ഒന്ന് ചൊല്ലാമോ? എഴുന്നേറ്റ് ആരെങ്കിലും സ്വമേധയാ വന്ന് ഇവിടെ വന്ന് ചൊല്ലുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നയാള് ഇവിടെ വന്ന് ചൊല്ലേണ്ടി വരും. വരൂ സുധാമണി. പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൻ വൻപുകൾ കൊണ്ട ശ്രാവസ്തി കടുത്തോരൂരിൽ 2500 വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ. പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൻ വൻപുകൾ കൊണ്ട ശ്രാവസ്തി കടുത്തോരൂരിൽ 2500 വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ. എങ്ങനെയുണ്ട്? എടി, നിന്നെ അമ്മ ഉറപ്പായിട്ട് മലയാളത്തിന് ജയിക്കും. എവിടെ പോയി കിടക്കുന്നു? എന്തെന്നാടി ഇത്? എന്തിനാ ബെല്ലടിച്ച് കളിക്കുന്നേ? വാതിൽ തുറന്ന് കിടക്കുന്നത് കേട്ടില്ലേ? അതിനൊരു ഈച്ച കുഞ്ഞിനെ എവിടെയെങ്കിലും കാണണ്ടേ, അതുകൊണ്ടാ ബെല്ലടിച്ചത്. പിന്നെ ഇത് ഈച്ച വളർത്തൽ തോന്നുന്നില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. കോളിംഗ് ബെല്ലടിക്കുന്ന കേൾക്കുന്നതിന് കിളവന് ഒരു ചെകിട് കേടുമില്ല. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. കാരക്കോണത്തുനിന്ന് അമ്മായി വന്നിട്ടുണ്ടെന്ന്. അതിന് ഞാനെന്താ വേണം? ഇയാളുടെ ഒരു കാരക്കോടത്തെ അമ്മായി. ഓ, കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാ അത് കേൾക്കില്ല. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. മീൻ വാങ്ങിക്കാൻ കാശോ? എന്റെ കയ്യിലൊന്നും ഒന്നുമില്ല. നീ പോയി വേറെ പണി വല്ലതും നോക്ക് വേണേ. മീൻ വാങ്ങിക്കാൻ കാശിന് വന്നേക്കും. എന്റെ പൊന്നു പിള്ള സാറേ, ആ കാതിൽ വെക്കുന്ന കുന്തൊന്ന് എടുത്ത് വെച്ചോണ്ട് വാ. അതവിടെ ഇല്ല. ഞാൻ ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നാ മതി. ഞാൻ പോയി ജിപ്പ് പോരാ കേട്ടോ. അമ്മ ദയവ് ചെയ്ത് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ആ മാർത്താണ്ഡം പിള്ളേരെ ഷർട്ട് ഞാൻ എടുത്തിട്ടതോ എന്നെ അയാൾ കൈയോട് പിടിച്ചതോ ഒന്നും അല്ല പ്രശ്നം. പിന്നെ എന്താ എന്റെ മോന്റെ പ്രശ്നം? എന്റെ അടുത്ത സുഹൃത്താ ജഗ്ഗു. അവനെ സുഹൃത്തായിട്ട് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. എനിക്ക് ഓനോടുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഇരട്ടി സ്നേഹം ഓന് നിന്നോടുണ്ട്. അതെനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാ എന്റെ എല്ലാ കൂത്തിനും ഓൻ കൂടെ നിന്ന്. മുമ്പോട്ട് ഒരു മാർഗവും നീ കാരണം ഓൻ വഴിമുട്ടി നിൽക്കുമ്പോ ഈ ആത്മാർത്ഥ സുഹൃത്ത് എന്താന്ന് ഓന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? എനിക്കൊരു പിടിയില്ല അമ്മ. ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാനാ അവന്റെ തീരുമാനം. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പണി ഒപ്പിക്കണം. അതിന് ഡോക്ടറേറ്റ് എടുത്ത ആളല്ലേ നീ? എന്റെ കൈയും കാലും ഓടുന്നില്ല അമ്മ. അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്. ഈ വേണ്ടാത്തെല്ലാം ചെയ്തു കൂട്ടിയത് എന്നോട് ചോദിച്ചിട്ടാ അല്ലല്ലോ? അപ്പോ അതിനുള്ള പരിഹാരവും മോൻ സ്വയം കണ്ടുപിടിച്ചാ മതി. സുധാമണിന്റെ മോനാ നീ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്റെ തലയിൽ ഓടുന്നത് എന്തും നിന്റെ തലയിലും ഓടും. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. പക്ഷേ ആ പരിഹാരം ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ വേണം കണ്ടെത്താൻ. അങ്ങനെ ആദ്യം വേണ്ടത് ഈ ടെൻഷനും സങ്കടവും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് എന്റെ മോൻ ഉഷാറായിട്ടൊന്ന് ചിന്തിക്കും. ഒരു പരിഹാരം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരും.
അതിനെവിടെയാ അമ്മേ സമയം? അവനിന്ന് രാത്രി തിരികെ നാട്ടിൽ പോകാനുള്ള പ്ലാനിലല്ലേ? ആയിക്കോട്ടെ, ഒരു പകല് മുഴുവൻ എന്റെ കൈമിലുണ്ട്. അത് ചെറിയ സമയമൊന്നുമല്ല. ഓൾ ദി ബെസ്റ്റ്. അമ്മേ, ഇനി എന്താ ഇന്റെ പ്രശ്നം? ഇന്നലെ കവർ ചെയ്ത പോർഷൻസിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റിവൈസ് ചെയ്യാം. മീനാക്ഷി, നെയിം ദ ടൈപ്സ് ഓഫ് എനർജി. ടൈപ്സ് ഓഫ് എനർജി. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ തന്നെ ശ്രദ്ധിക്കുക. താൻ മറ്റേതോ ലോകത്താണ്. ക്ലാസ്സിൽ തീരെ അറ്റൻറ്റീവ് അല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുമില്ല. സോറി മാം. സിറ്റ് ഡൗൺ. ഇവക്കിതെന്നാ പറ്റേ? എന്തോ കാര്യമുണ്ടല്ലോ. Okay. We will move to renewable energy. Can someone name the source of renewable energy? എന്താ ഇതെന്താടാ? റിന്യൂവബിൾ എനർജി. മിണ്ടാതിരുന്ന് കേക്ക്. അക്ഷയ ഊർജത്തിനെ പറ്റിയിട്ടാ ടീച്ചർ പറയുന്നേ? അക്ഷയ് മറന്നു കേട്ടിട്ടുണ്ട്. അക്ഷയ ഊർജോ? എന്താ സുധാമണി? ടീച്ചറെ, ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് സൈലൻസ്. യു കണ്ടിന്യൂ സുധാമണി. അത് പുനർനിർമ്മിക്കാവുന്ന ഊർജമല്ലേ ടീച്ചറെ? ഉദാഹരണത്തിന് സൗരോർജം, വായുന്നും വെള്ളത്തിനും നിർമ്മിക്കാവുന്ന ഊർജം. അങ്ങനെ പ്രകൃതിന്ന് കിട്ടുന്ന. സുധാമണിയുടെ ഉത്തരം ശരിയാ. ഇത് ഇംഗ്ലീഷിലൊന്ന് പറയാമോ സുധാമണി? അതറിയാത്ത പക്ഷം പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയാലും എനിക്ക് മാർക്ക് തരാൻ കഴിയില്ല. കാരണം പരീക്ഷ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ്. അറിവിനെ ആശ്രയിച്ചിട്ടല്ലേ ടീച്ചറെ പരീക്ഷയ്ക്ക് മാർക്ക് നൽകുക? ആശ നോക്കിയിട്ടല്ലല്ലോ. ഈ വിപ്ലവമൊക്കെ ഈ മതിൽക്കെട്ടിന് പുറത്ത് മതി. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പരീക്ഷകൾ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം എഴുതാൻ കഴിയും. ഉത്തരങ്ങൾ എത്ര നന്നായി അറിയാന്ന് പറഞ്ഞാലും പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷ് ഭാഷയിലല്ല എഴുതുന്നെങ്കിൽ സുധാമണിയുടെ മാർക്ക് വട്ടപൂജ്യമായിരിക്കും. അടുത്ത ആഴ്ച ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് മൈൻഡ് യു, ദ ലാംഗ്വേജ് ഫോർ റൈറ്റിംഗ് എക്സാമിനേഷൻ വിൽ ബി ഇംഗ്ലീഷ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കീർത്തന, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മിനിമം മര്യാദയെങ്കിലും നീ എന്നോട് കാണിക്കണം. ഓ, മര്യാദയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആള്. നിനക്ക് അതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? സമ്മതിച്ചു, എനിക്കൊരു യോഗ്യതയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നീ ഇവിടുന്ന് പോയില്ല. ഭീഷണിയോ? സാഗർ, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ക്ഷമയെ പരീക്ഷിക്കാനല്ല, ക്ഷമ പറയാനാ എന്റെ തീരുമാനം. ഏതൊരു തെറ്റ് ചെയ്ത ആൾക്കും അത് ഏറ്റുപറയാൻ, തിരുത്താൻ എവിടെയോ ഒരു അവസരത്തിന് ന്യായമായ അവകാശം ഉണ്ടെന്നാണ് ഈ യോഗ്യതയില്ലാത്തവന്റെ ഒരു അറിവ്. നിനക്ക് മുന്നില് എനിക്കതിനൊരു ചാൻസ് ഇല്ലെങ്കിൽ നീ അത് കേൾക്കണ്ട. ഇനി നിന്നെ ശല്യപ്പെടുത്താനോ തടഞ്ഞു നിർത്താനോ ഞാനില്ല. സാഗർ, നീ പറഞ്ഞു വരുന്നത്? നിന്റെ അച്ഛനോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. സത്യമാണ് കീർത്തന, നിന്റെ അച്ഛനോട് ഞാൻ ക്ഷമ പറയാത്ത കാരണം നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാൻ ചെല്ലുമ്പോ എന്റെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ?
ഹലോ ബാലു. അമ്മ ഇത് എവിടെയാ? ഇവിടെ എല്ലാരും വെയിറ്റിംഗാ. 10 കാർഡുകൾ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ വന്നിട്ട് വേണം അതിൽ നിന്ന് 2-3 സെലക്ട് ചെയ്യാനായിട്ട്. അമ്മ എന്താ ഇത്രയും വൈകുന്നത്? അമ്മ അവിടെ നിന്ന് തിരിച്ചില്ലേ ഇതുവരെ? വെഡിങ് കാർഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിൽ അച്ചടിക്കാനുള്ള നമ്മുടെ അഡ്രസ് ഉണ്ടല്ലോ, അതില്ലാണ്ടാവാൻ പോവാ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. വെഡിങ് കാർഡിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം ബാലു. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ ബാലു. അമ്മ അമ്മ ഹലോ, എന്താ ഇത്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? ഐ എം സോറി, ഞങ്ങളോട് ക്ഷമിക്കണം. ആ മതി മതി മതി, ഇത്രയൊക്കെ ധാരാളം മതി. അതെ, ഇവൻ ഇത്രയൊക്കെ കരഞ്ഞു പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഹൃദയമില്ലാത്തവനാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കല്ലേ. ആ, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇതിന്റെ പേരിൽ ഞാൻ നിന്നോട് ഇനി ഒരു പ്രശ്നത്തിനുമില്ല, സത്യം. പക്ഷേ സുധാമണി നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ഒരു എന്താ അപേക്ഷ, എനിക്കൊരു അപേക്ഷയുണ്ട്. 1, ജഗ്ഗുന്റെ കട ഞാൻ തിരിച്ചു കൊടുക്കാം. 2, സുധാമണിക്ക് ഞാൻ അയച്ച നോട്ടീസ് പിൻവലിക്കാം. പക്ഷേ ഇതിലേതു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കഴിഞ്ഞില്ലേ എല്ലാം? തൃപ്തിയായില്ലേ ഇങ്ങക്ക്? കഴിഞ്ഞു, എനിക്ക് തൃപ്തിയായി. പക്ഷേ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാകണം. നിനക്കിതൊരു വാണിംഗ് ആണ്, ലാസ്റ്റ് വാണിംഗ്. ഇനി എന്തെങ്കിലും ഒരു തരികട നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അന്ന് നീ ഈ കോളനിക്ക് പുറത്താണ്, കേട്ടോ? ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നല്ല പോലെ ജോലി ചെയ്യണം. എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ. പറഞ്ഞു വെച്ച് നോക്കുമ്പോ സാഗർ കാണിച്ചത് വെറൊരു കുസൃതിയാണ്. നീ അതിന് മോഷണമെന്ന് പറഞ്ഞ് വലുതാക്കല്ലേ. സുധാമണിയും ഫാമിലിയും ന്യായീകരിക്കുന്ന കാര്യത്തില് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും മോളും ഒറ്റക്കെട്ടാ. അവര് ചെയ്ത എന്തെങ്കിലും ഒരു അപരാധത്തെ ന്യായീകരിക്കല്ലോ ഞാൻ. ഐ ആം ടോക്കിംഗ് അബൌട്ട് റിയാലിറ്റി. ഇപ്പൊ സുധാമണി എടുത്ത തീരുമാനവും അതിന്റെ കോൺസിക്വൻസസ് ഒന്നും നോക്കണ്ട. സുധാമണി വീട് സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആ സ്ഥലം വിട്ട് അത്ര പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ല. അതിനകത്ത് അവർക്കൊരു ഹീറോയിക് ഇമേജ് ഉണ്ട്. അത് സുധാമണി അത്ര പെട്ടെന്നൊന്നും കളഞ്ഞു കൊടുക്കില്ല. ഇവിടെ ഹീറോയിസം അല്ല അളിയ, സർവൈവലാണ് പ്രശ്നം. അല്ലെങ്കിൽ തന്നെ സുധാമണിയുടെ ഹീറോയിസം കൊണ്ട് അവരുടെ നിത്യജീവിതത്തിൽ എന്തു ഗുണമുണ്ട്? അതുകൊണ്ട് ഗുണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ അവർക്ക് വേണ്ടതൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. സുധാമണിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം. പണമോ നിയമസഹായമോ അങ്ങനെ എന്തായാലും. ദൈവം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ കൊണ്ടുവരുമ്പോ അതിലെങ്ങനെയെങ്കിലും പിടിച്ചു കയറി ആ ചെക്കനെ ഒഴിവാക്കി വിട്ടിട്ട് നമ്മുടെ കൊച്ചിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടതിന് പകരം സഹായം വാഗ്ദാനം ചെയ്യാൻ പോകുന്നു. നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇക്കാര്യത്തിൽ ഇപ്പോ അപർണേക്കാൾ ആശങ്ക ആളിനാണെന്ന് തോന്നുമല്ലോ.
എന്താ ഇങ്ങനെ നോക്കുന്നേ? കാത്തിരുന്ന് മടുത്താ? എന്തോ എനിക്കെന്തോ തീരെ വിശപ്പ് തോന്നുന്നില്ല. നീ ഇവിടെ ഒന്ന് വന്നിരുന്നേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ലോകം പണ്ടത്തെ പോലെ ഒന്നും അല്ല സുധാമണി. മാറിപ്പോയി, എല്ലാം മാറിപ്പോയി. ആളുകളും അവർ തമ്മിലുള്ള പരസ്പര ബന്ധവും സ്നേഹവും ഒക്കെ മാറിപ്പോയി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അതുകൊണ്ട് എല്ലാം അവന്റെ ചെയ്തികളാണെന്ന് കരുതി അങ്ങ് നിന്നു കൊടുക്കണം. മാധവമ്മ എന്തെന്നാ ഈ പറഞ്ഞു വരുന്നേ? നിന്റെ സങ്കടം എനിക്കറിയാം സുധാമണി. ഇത്രയും കാലം ജീവിച്ച വീടും ഈ പരിസരവും ഒക്കെ വിട്ടുപോകാൻ ഇത്തിരി പ്രയാസമാ. ആ നോട്ടീസിൽ 30 ദിവസത്തിനകം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? എനിക്കിപ്പോ അതിനെപ്പറ്റി വലിയ വിഷമമൊന്നും ഇല്ല മാധവമ്മേ. എനിക്കെന്നെ നല്ല വിശ്വാസം. കത്തുന്ന വിശപ്പിനെയും ഉള്ളിലെ സങ്കടങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടി ജീവിതത്തിനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ചുറ്റിലുള്ള ആൾക്കാര് എന്റെ ചോര കുടിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ടേനു. അവരെല്ലാം ഒരൊറ്റ നോട്ടം കൊണ്ട് വരച്ച വരയിൽ നിർത്താൻ ഈ സുധാമണിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒറ്റ വീട് കോളനിയില് ഞാനും എന്റെ മക്കളും ഇത്രയും കാലം സുരക്ഷിതരായിരുന്നു. എനക്കറിയാം, എന്റെ ആത്മധൈര്യം കൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കിയ ആ പേടി ഇനി ഈ പ്രായത്ത് തിരിച്ചു വരാനാ? അങ്ങനെ തോന്നുന്നുണ്ടോ മാധവമ്മയ്ക്ക്? എന്റെ മാധവമ്മ കൂട്ടിനുള്ളപ്പോ ഈ വീടിന് പകരം ഒന്നല്ല, ഒരു 100 വീട് കിട്ടും. ആ ധൈര്യം ഈ സുധാമണിക്കുണ്ട്. പിന്നെ ഞാൻ എന്തിനാ മാധവമ്മയെ സങ്കടപ്പെടുന്നത്? ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്കിനി എത്ര കാലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തിനാ? സത്യ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ആ മാർത്താണ്ഡൻ പിള്ളയെ നീ സൂക്ഷിക്കണം. അവൻ ചതിയനാ. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാണിക്കാനും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാനും ബഹുമിടുക്കനാ.